Hello all of you. നമ്മൾ amplitude modulation കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. Now we are going to discuss what is frequency modulation. It is one of the technique by which we can modulate carrier wave with our signal wave. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു മോഡുലേഷൻ അല്ല. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുക ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. എങ്കിലും ഫ്രീക്വൻസി മോഡുലേഷൻ ചില ടെക്നിക്സുകളിൽ നമുക്ക് ആവശ്യമായിട്ട് വരും. So what is the principle behind frequency modulation? Frequency modulation ന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് മോഡുലേറ്റ് സിഗ്നലിന്റെ വെച്ചിട്ട് അക്കോർഡൻസ് വെച്ചിട്ട് കാരിയർ വേവിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ്? The frequency of the carrier wave is changed in accordance with the instantaneous value of modulating signal. നമ്മൾ എടുക്കുന്ന സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന് അനുസൃതമായിട്ട് കാരിയർ വേവിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയാൻ കാരണം. ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഈസ് കെപ്റ്റ് ആസ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്ന മോഡുലേറ്റഡ് വേവിന്റെ മോഡുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതുകൊണ്ട് ω0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ω c വിച്ച് ഈസ് ദ പ്യുവർ കാരിയർ ആംഗുലാർ ഫ്രീക്വൻസി പ്ലസ് em into cos ωmt is the instantaneous value multiplied with a constant kf. ഈ kf ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് what will be the maximum variation in frequency for a given signal strength. ഒരു സിഗ്നൽ സ്ട്രെങ്ത് നിശ്ചയിക്കുക അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് EM ആണ്. നമ്മൾ എടുക്കുന്ന മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് EM ആണ്. അപ്പോൾ ഈ EM സ്ട്രെങ്ത് ഉള്ള ഈ വേവിന്റെ ഫ്രീക്വൻസിയിൽ എന്തുമാത്രം വേരിയേഷൻ മാക്സിമം വേണം എന്ന് നിശ്ചയിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് KF എന്ന് പറയുന്നത്. Now we will go for the phase. ഫേസ് എന്ന് പറയുന്നത് ഫൈ ആണ് അല്ലെ. ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞത് ഫൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. ഫൈ ഓഫ് ടി ആണ് ഇൻസ്റ്റന്റേനിയസ് ഫേസ് എങ്കിൽ വാട്ട് വിൽ ബി ഫൈ ഓഫ് ടി? നമുക്കറിയാം ω/dt ആണ് ഫൈ എന്ന് പറയുന്നത് അല്ലെ. ω/t ആണ് തീറ്റ അല്ലെങ്കിൽ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ഓവർ 0 to t ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഫൈ ഓഫ് ടി കിട്ടും. അപ്പോൾ ഫൈ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ω0ന്റെ ഡിറ്റിക്ക് ആസ്പദമായിട്ട് അല്ലെങ്കിൽ ടൈമിന് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ 0 to tയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് രണ്ട് പാർട്ടുണ്ട് അല്ലേ. അതിന് രണ്ടിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. ഇനി ആദ്യത്തെ പാർട്ട് ω/c × dt ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ω/c × t ആയി മാറും. kf × em എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വിച്ച് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. പിന്നെ ആരാളുള്ള ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് cos ωm × t. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആസ് യു നോ sin ωm × t ഡിവൈഡഡ് ബൈ ω എന്ന് കിട്ടും. സോ അതും നമ്മളിവിടെ എഴുതി sin ωm × t ഡിവൈഡഡ് ബൈ ωm പ്ലസ് ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് വരും വിച്ച് ഈസ് ഈക്വൽ ടു θ0. ബട്ട് ഈ θ0 എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ് ആണ്. ഈ ഇനിഷ്യൽ ഫേസ് ഇവിടെ യാതൊരു വിധത്തിലുള്ള ഇൻഫ്ലുവൻസും കൊടുക്കാത്തത് കൊണ്ട് ഇറ്റ് ഡസൻ പ്ലേ എനി റോൾ ഓർ നോ പാർട്ട് ഇൻ മോഡുലേഷൻ പ്രോസസ്. ഹെൻസ് ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ ഇനി എടുക്കുന്നതിൽ θ0 ഉണ്ടാവില്ല. ഇതെന്താണ്? ഫേസ് ആണ്. Okay, then we will go for the voltage of the modulated wave. As you know, നമ്മൾ ഏത് കാരിയർ വേവിലാണ് മാറ്റം വരുത്തിയത്. അപ്പോൾ നമ്മുടെ മോഡുലേറ്റഡ് വേവിന്റെ EMF എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് EC sin ωt യുടെ ഫോമിൽ വരണം. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഒമേഗ എന്താണ്? ഈ കൊടുത്തിരിക്കുന്ന ω0 ഈക്വൽ ടു ω/c + kf × em cos ωm × t ആണ് എന്ത് ഇപ്പോഴത്തെ പുതിയ ഒമേഗ. പക്ഷെ നമുക്ക് ഇവിടെ വരേണ്ട ഫേസൽ പാർട്ടാണ്. അതായത് ഫൈ ഓഫ് ടി ആണ് ഇവിടെ വരേണ്ടത്. sin ωt എന്ന് പറയുന്നത് ഫൈ ആണ് അല്ലെ. ωt എന്നല്ലേ വരണം. അത് ദാറ്റ് ഈസ് ഈക്വൽ ഈസ് ദ ഫൈ ഫേസ് ആണ്. ഫേസൽ പാർട്ടാണ് ഈ സൈനിനകത്ത് വരേണ്ടത്. സോ ദ ന്യൂ ഫേസ് ഈസ് ω/c × t + kf × em by ωm × sin ωm × t. As we neglect θ0, we didn't wrote that part. Okay. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ആണ്. അതിന് നമുക്ക് വേണ്ട ഇക്വേഷൻ നമ്പർ 1 ആണ്. ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ഈ ആംഗുലാർ ഫ്രീക്വൻസി നമ്മൾ എടുത്തിട്ടാണ് ഫ്രീക്വൻസി കാണാൻ പോകുന്നത്. അപ്പോൾ ω0 നമുക്ക് എങ്ങനെ എഴുതാം? 2πf0 എന്ന് എഴുതാം. ω/c നമുക്ക് എങ്ങനെ എഴുതാം? 2πfc എന്ന് എഴുതാം. ഇനി kf × em × cos ωm × t എന്ന് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ?
അപ്പോൾ 2π കൊണ്ട് ഇതിനെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യണം എങ്കിലല്ലേ നമുക്ക് എഫ് കിട്ടൂ. സോ എഫ് ഇസ് ഈക്വൽ ടു ω/2π. അപ്പോൾ സിയെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എഫ് സി. ഇവിടെ എന്താണ് ഒമേഗ പാർട്ട് ഇല്ലാത്തത് കൊണ്ട് അതിനെ ആ 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ kf ഇൻറ്റു EM ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഇവിടെ കോസിന്റെ ഫംഗ്ഷൻ അല്ലേ, ദാറ്റ് വിൽ കം ഹിയർ cos ωm ഇൻറ്റു ടി വരും. അണ്ടർസ്റ്റാൻഡ്? Again f is equal to fc plus kf into em by 2π into cos ωm into t. Ini what will be the maximum value of f and minimum value of f? As you know, cos ωm ന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് +1 മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അത് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. എഫ് മാക്സിമം ഇസ് ഈക്വൽ ടു എഫ് സി പ്ലസ് കോസ് ഒമേഗ എം ഇൻറ്റു ടിക്ക് +1 കൊടുക്കുമ്പോൾ പ്ലസ് കെ എഫ് ഇൻറ്റു EM ബൈ 2π എന്ന് വരും. എഫ് മിനിമം ആകുമ്പോഴോ കോസ് ഒമേഗ എമ്മിന് നെഗറ്റീവ് വാല്യൂ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? എഫ് മിനിമം ഇസ് ഈക്വൽ ടു എഫ് സി മൈനസ് കെ എഫ് ഇൻറ്റു EM ബൈ 2π എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എഫ് മാക്സിമം മൈനസ് എഫ് സി ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു EM ബൈ 2π. Again, ഇവിടെയും നമ്മൾ പുറത്തെടുക്കുമ്പോൾ എഫ് മിനിമം മൈനസ് എഫ് സി ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു EM ബൈ 2π. ന്യൂമറിക്കലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ നെഗറ്റീവ് സൈന് നമ്മൾ കളയാണ്. ബിക്കോസ് ന്യൂമറിക്കലി ആണ് നമുക്ക് ഇവിടെ ആവശ്യം. ന്യൂമറിക്കലി ബിക്കോസ് വി ആർ അവോയ്ഡിങ് ദ നെഗറ്റീവ് സൈൻ ഹിയർ. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി എന്താണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മുടെ കാരിയർ വേവിന്റെ ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ എഫ് മാക്സിമം മൈനസ് എഫ് സിയും എഫ് മിനിമം മൈനസ് എഫ് സിയും സൂചിപ്പിക്കുക ഡെൽറ്റ എഫ് ആണ്. സോ ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു ഐദർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് മാക്സിമം മൈനസ് എഫ് സി ഓർ എഫ് സി മൈനസ് എഫ് മിനിമം. ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മറ്റേ നെഗറ്റീവ് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ന്യൂമറിക്കലി എടുത്താൽ മതി. അല്ലെങ്കിൽ എഫ് മിനിമം മൈനസ് എഫ് സിക്ക് പകരം ഒരു നെഗറ്റീവ് കൊണ്ട് ഹോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് സി മൈനസ് എഫ് മിനിമം എന്ന് പറയും, വിച്ച് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു EM ബൈ 2π. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നേരത്തെ ഉള്ള സ്ഥലത്ത് എന്ത് നെഗറ്റീവ് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, അപ്പൊ ഈ ഡെൽറ്റ എഫ് എന്ന് എഴുതിയേ, അന്നേരം എന്ത് വരും? എഫ് സി പ്ലസ് ആ ഉള്ള കോൺസ്റ്റന്റിനെല്ലാം നമ്മൾ ഡെൽറ്റ എഫ് എന്ന് എഴുതുന്നു. ഡെൽറ്റ എഫ് ഇൻറ്റു കോസ് ഒമേഗ എം ഇൻറ്റു ടി. കാരണം കെ എഫ് ഇൻറ്റു EM ബൈ 2π ആണ് ഇവിടെ വരുന്നത്. അതിനെ നമ്മൾ ഡെൽറ്റ എഫ് നമ്മൾ എഴുതി. ഡെൽറ്റ എഫ് ആണ്, ഡെൽറ്റ ടി അല്ല, ഡെൽറ്റ എഫ് ആണ്. അപ്പോൾ നോക്കിയേ, ഇത് നമ്മൾ പിക്ടോറിക്കലി റെപ്രസെൻറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ഒരു സിഗ്നൽ. കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് മോഡുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിന്റെ ചേഞ്ചിനനുസരിച്ച് ഇവിടെ ഇതൊരു പോസിറ്റീവ് ആയതുകൊണ്ട് ഫ്രീക്വൻസി കൂടിയതും നെഗറ്റീവിൽ വരുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ ഒരു സ്പേസും വരും. വേവ് തിങ്ങിക്കാടുന്നത് കൂടിയ ഒരു സ്ഥലം, വിച്ച് റെപ്രസെന്റ്സ് ദ ക്രസ്റ്റ് ഓഫ് ദ വേവ്. ആൻഡ് ഫോർ നെഗറ്റീവ് വേവ് there will be a lowering of frequency, and again for a crust it will be a higher frequency signal. This is the pictorial representation of a modulated frequency modulated wave. Instantaneous frequency again നമ്മൾ ഡെൽറ്റ എഫിൽ പറയുകയാണെങ്കിൽ എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ഇൻറ്റു കോസ് ഒമേഗ എം ഇൻറ്റു ടി ആണ്. ഇനി വാട്ട് വിൽ ബി ദ മോഡുലേഷൻ ഇൻഡെക്സ്? ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ടു ദ ഫ്രീക്വൻസി ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അതിനെയാണ് എന്ത് പറയുക? മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. റേഷ്യോ ബിറ്റ്വീൻ ദ വേരിയേഷൻ ഓഫ് ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ മോഡുലേറ്റിംഗ് വേവ് എന്നുള്ളതാണ് മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് വേവ് എന്ന് പറയുന്നതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. അതിന് നമുക്ക് ഡെൽറ്റ എഫ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെ എഫ് ഇൻറ്റു EM ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എഫ് എം വരും. 2π ഇൻറ്റു എഫ് എമ്മിനെ നമുക്ക് ഒമേഗ എം എന്ന് എഴുതാം. മനസ്സിലായോ? സോ ദ റെപ്രസെന്റേഷൻ ഓഫ് ദ വോൾട്ടേജ് നേരത്തെ എഴുതിയതിന് നമുക്ക് നേരത്തെ ഉള്ള വോൾട്ടേജിന്റെ ഇതെന്തായിരുന്നു? E is equal to EC സൈൻ ഒമേഗ സി ടി പ്ലസ് കെ എഫ് ഇൻറ്റു EM ബൈ ഒമേഗ എം. അപ്പൊ ഇപ്പോൾ കെ എഫ് ഇൻറ്റു EM ബൈ ഒമേഗ എം എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി മാറി? മോഡുലേറ്റിംഗ് ഇൻഡെക്സ് ആയി മാറി, MF അല്ലെ? MF ആണ് കെ എഫ് ഇൻറ്റു EM ബൈ ഒമേഗ എം. അതിനെ നമ്മൾ MF എന്ന് എഴുതി. അപ്പൊ ഇൻറ്റു സൈൻ ഒമേഗ എം ഇൻറ്റു ടി. ഇപ്പൊ ഇതാണ് പുതിയ വോൾട്ടേജ് ഓഫ് ദ മോഡുലേറ്റഡ് വേവ്. EC സൈൻ ഒമേഗ സി ടി പ്ലസ് MF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് കെ എഫ് ഇൻറ്റു EM ബൈ ഒമേഗ എമ്മിന് പകരം MF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. ഡെൽറ്റ എഫ് ഹാസ് എ മാക്സിമം പെർമിസിബിൾ വാല്യൂ ഓഫ് 75 കിലോ ഹെർട്സ് ആണ് സാധാരണ നമ്മൾ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കൊടുക്കാനുള്ള
ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഫ്രീക്വൻസി മോഡുലേഷന്. ആൻഡ് FM ഈ മോഡുലേറ്റഡ് ഈ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഏതൊട്ട് ഏതുവരെ ആവാം? 33 ഹെഡ്സ് മുതൽ 15 കിലോ ഹെഡ്സ് വരെ ആവാം. ഇനി MFന്റെ വാല്യൂ എവിടം വരെ വരാം? MF ക്യാൻ ഹാവ് ദ വാല്യൂ ബോത്ത് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഓർ ലെസ് ദാൻ യൂണിറ്റി. ഇതാണ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നിന്നും ഇതിനെ വേർതിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലെ മോഡുലേറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ മാത്രമേ കൊടുത്തിരുന്നുവെങ്കിൽ ഇതിന് നെഗറ്റീവ് വാല്യൂവും അലൗഡ് ആണ്. മോഡുലേഷൻ ഇൻഡെക്സിന് നെഗറ്റീവ് വാല്യൂവും ഫ്രീക്വൻസി മോഡുലേഷനിൽ അലൗഡ് ആണ്. whereas in amplitude modulation MA should not exceed unity for distortionless transmission. അപ്പം 1-നെക്കാളും കൂടാൻ പാടില്ല എന്നും കൂടെ ഉണ്ട്. പോസിറ്റീവ് വാല്യൂ മാത്രമല്ല 1-നെക്കാളും കൂടാൻ പാടില്ല ഫോർ എ ഡിസ്റ്റോർഷൻലെസ് ട്രാൻസ്മിഷൻ ഇൻ ദ കേസ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് വേവ്. അതിൽ നിന്നും വ്യത്യസ്തമായി ഫ്രീക്വൻസി മോഡുലേഷനിൽ ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. Thank you all of you.